ആർദ്ര ഓഫീസിലെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മനോജ് സാറ്. ഗുഡ് മോർണിംഗ് മനോജ് സാർ. അവളെ കണ്ട് ഒരു ചിരി നൽകി. മോർണിംഗ് ആർദ്ര മേഡം. ദേ, എന്നെ അങ്ങനെ വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി ആർദ്ര. പോരെ? എന്തേ ഇന്ന് വർക്കൊന്നും ഇല്ലേ? തേരാപാര നടക്കുന്നേ. ഒരു പ്രശ്നമുണ്ടോ? എന്താ സാർ? ഒരു വിസിറ്ററുണ്ട്. സാർ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്നറിഞ്ഞിട്ട് വരുന്നവരോട് എന്ത് പറയാനാണ്? അങ്ങനെയാണോ? അതാരപ്പാ? അത് വിഹാനാണ്. അയാളോ? ഞാൻ ഡീൽ ചെയ്തോളാം. ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. സാറ് സമാധാനമായിട്ടിരുന്നു. തനിച്ച് ഞാൻ വരണോ? വേണ്ടെന്നേ, സൂക്ഷിക്കണം. ഇത് നമ്മുടെ ഓഫീസല്ലേ സാർ. അതിന് മാത്രമുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഉടമസ്ഥൻ ഇല്ലാത്തപ്പോൾ തന്നെ കയറി വന്നത്. ഒന്ന് മൂളിയെങ്കിലും അവൾ പോകുന്നത് നോക്കി നിന്നു അയാൾ. അപ്പോൾ താനാണ് അവൻ്റെ പുതിയ PA? അതെ. തൻ്റെ ക്യാബിനിലേക്കാണ് അയാളെ ക്ഷണിച്ചത്. MDയുടെ ക്യാബിനിൽ കയറാൻ മാത്രം യോഗ്യത അവനില്ലെന്ന് തോന്നി. അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ മാത്രമേ അവൻ PA ആക്കൂ എന്ന് എനിക്കറിയാം. ആ പറഞ്ഞത് അവൾക്കിഷ്ടപ്പെട്ടില്ല. MD ഇവിടെ ഇല്ലെന്ന് അറിയില്ലായിരുന്നോ? അറിയായിരുന്നു. പിന്നെ ഇന്ന് തന്നെ സാറ് വരാൻ കാരണം എന്താ? വെറുതെ. എനിക്ക് കാണേണ്ടത് അയാളുടെ PA ആയിരുന്നു, അതുകൊണ്ട്. എന്തിനാ ഇനി? അടുത്ത കിഡ്നാപ്പിനാണോ? ഓ, അതെല്ലാം അറിയാമല്ലോ. അതിനേക്കാൾ കൂടുതൽ അറിയാം. ആണോ? എന്താ, കേൾക്കട്ടെ. അയാൾ 2 കൈകളും മുഖത്തിന് താങ്ങ് കൊടുത്തിട്ട് ടേബിളിലേക്ക് ചാഞ്ഞിരുന്നു. എല്ലാം എന്ന് വെച്ചാൽ പണ്ടൊരു പെണ്ണിൻ്റെ പിറകെ നടന്നത്. ഓ, ഇൻട്രസ്റ്റിംഗ്. പിന്നെ എന്തൊക്കെ അറിയാം? അച്ഛൻ മരിച്ച സമയം നോക്കി തന്നെ ആ ഒഴിവിലേക്ക് ഇടിച്ചു കയറി അവളെ ഇംപ്രസ് ചെയ്തത്. കിട്ടിയ ചാൻസ് ഞാനും മുതലാക്കി. അമ്മയ്ക്ക് ഡിപ്രഷൻ അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. ഗുഡ്. പിന്നെ അതിനുശേഷമാണ് എൻ്റെ സാർ മോശം സ്വഭാവത്തിലേക്ക് പോയത്. ആണല്ലോ, മോശമാണെന്ന് സമ്മതിച്ചല്ലോ. എടി, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ടുള്ളൂ. അവളെ തന്നെയാണ് കെട്ടിയത്. അവളല്ലാതെ മറ്റൊരു പെണ്ണ് ഈ ജന്മം എനിക്ക് അവകാശിയാകില്ല. അതുപോലെയാണോ നിൻ്റെ സാറ്? പിന്നെ അവളുടെ അച്ഛൻ്റെ ആക്സിഡൻ്റ് വരെ താൻ ഉണ്ടാക്കിയതാണ് എന്ന് എനിക്കറിയാം. അത് പക്ഷേ തൻ്റെ പെണ്ണറിയില്ല. അറിയിക്കട്ടെ ഞാൻ? ചെല്ലടി, പോയി അറിയിക്കേ. പിന്നെ നിനക്ക് എന്തൊക്കെ അറിയാം അതെല്ലാം പറഞ്ഞു. പ്രണയം എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും അവളെ പീഡിപ്പിക്കുന്നത്. ഒന്ന് ഉറക്കെ കരയാൻ പോലും ആകാതെ തളർന്നു പോയവൾ നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന്. അവളുടെ ദേഹത്ത് നിങ്ങളുടെ സിഗരറ്റിൻ്റെയും മെഴുകുതിരിയുടെയും പൊള്ളിപ്പിടഞ്ഞ പാടുകൾ ഇപ്പോഴും ഉണങ്ങിക്കഴിഞ്ഞിട്ടില്ല എന്ന്. കിതപ്പോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകിയിരുന്നു അവൾക്ക്. മറുവശത്ത് അയാൾ കസേര തള്ളി നീക്കി എഴുന്നേറ്റു. എടി, കൊള്ളാം. നന്നായി തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിന്നെ അവൻ, അല്ലേ? അവൾ അതിന് മറുപടി നൽകിയില്ല. എന്നാ നീ കേട്ടോ, നിന്റെ കാണപ്പെട്ട ആ ദൈവമുണ്ടല്ലോ, അവനെ പോലെയൊരു ഫ്രോഡ് ഈ ലോകത്ത് വേറെയില്ല. ദേ, അവൾ അയാൾക്ക് നേരെ കൈ ചൂണ്ടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേടി പുല്ലേ. അവൻ പണ്ട് പ്രണയിച്ച പെണ്ണ് ആരാണെന്നറിയുമോ നിനക്ക്? ഒരു നിമിഷം അവൾ ചൂണ്ടിയ കൈകൾ പിൻവലിച്ചു. പാർവതി, നിന്റെ മറ്റവനില്ലേ ജയദേവൻ, അവൻ കെട്ടിയ പെണ്ണ്. ആർദ്ര ഞെട്ടിപ്പോയിരുന്നു. കള്ളം? കള്ളമോ? അവനൊന്ന് ചിരിച്ചു. അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൾ ഇല്ലെന്ന് തല വെട്ടിച്ചു. പറയില്ല. അവനറിയാം പറഞ്ഞാൽ നീ ഇങ്ങനെ അവൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന്. അവൾ മിണ്ടിയില്ല. അവൻ അവളെ കെട്ടിയത് കൊണ്ടാടി നിന്നെ വാശി പിടിച്ച് അവൻ ഇങ്ങോട്ട് കെട്ടിക്കൊടുത്തത്. അല്ലാതെ നിന്നോടുള്ള ഒടുക്കത്തെ സഹതാപം കൊണ്ടൊന്നുമല്ല. കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. സത്യമാണോ? അയാൾ പറയുന്നത് വിശ്വസിക്കാമോ? അപ്പോഴേ ചേട്ടൻ വന്നത് ഇത് നിന്നോടൊന്ന് പറയാൻ മാത്രമാണ്. ഇനി പോട്ടെ, നമുക്ക് ഇനിയും കാണണം കേട്ടോ. ഒരു പുഞ്ചിരിയോടെ അവൻ ഇറങ്ങിപ്പോകുമ്പോൾ ആർദ്ര തേങ്ങലോടെ ഓർന്ന് ചുമരു ചാരി നിന്നു. ഈശ്വര, പാർവതിയാണോ സാറിൻ്റെ പണ്ടത്തെ കാമുകി? അപ്പോൾ അവിടെ വയറ്റിലുള്ള കുഞ്ഞോ? അതും സാറിൻ്റെയല്ലേ? പക്ഷേ ഏത് വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്ന് അവൾക്കറിയില്ലായിരുന്നു. അതേ തേങ്ങലോടെ നെറ്റ് ഓണാക്കി അവൾ കോള് ചെയ്തു. ഒന്ന് വിടുന്നുണ്ടോ? ഇല്ലല്ലോ. യോ, ഈ സാറ് ഹണിമൂൺ എന്ന് പറഞ്ഞാൽ നീ എന്താ കരുതിയത്? ഞാനൊന്നും കരുതിയില്ല. അപ്പോഴേക്കും മുഖം പരിഭവം കൊണ്ട് വീർത്തിരുന്നു. എന്നാലേ ദേ ഇങ്ങനെ നേക്കഡായിട്ട് 4-5 ദിവസം
ഒന്നും അറിയാതെ ഈ തണുപ്പത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ടാടി പൊട്ടിക്കാളി ഹണിമൂൺ പോയ കാര്യം ഓർക്കുമ്പോൾ ഒരു കുളിരൊക്കെ തോന്നുന്നത്. ഇയാളോട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണ്. ആ വിചാരം വല്ലതുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇത്തിരി മയത്തിലൊക്കെ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലെന്ന് അറിയില്ലേ നിനക്ക്? പറഞ്ഞിട്ട് കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവള്. ഒരു വേളയിൽ അവൾക്ക് മീതേക്ക് മറിഞ്ഞു വീണു അവൻ. എനിക്ക് ഒരാഗ്രഹമുണ്ട് പെണ്ണെ, നടത്തി തരുമോ നീ? ഞാനോ? നിങ്ങൾക്ക് വേണ്ടിയോ? പറ. എന്നെ ഒന്ന് ഇച്ചായ എന്ന് വിളിക്കടി. എന്ത്? കെട്ടിയ പെണ്ണെ ഇച്ചായ എന്ന് വിളിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതുമാത്രം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല ഞാൻ. ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്ന വാക്കിൽ അവളുടെ മുഖം പെട്ടെന്നൊന്ന് മങ്ങിയിരുന്നു. ആർക്കും? താനും അതിൽ ഒരാൾ മാത്രമാണെന്ന് അല്ലേ? അതെ. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, ഒന്നും വേണ്ട, ഒന്നും. അവനത് കൃത്യമായി കാണുകയും ചെയ്തു. എന്തേ പെട്ടെന്ന് ഈ മുഖം വാടി? ഏയ് ഇല്ലല്ലോ. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ എഴുന്നേറ്റ് തൻ്റെ ഷോർട്ട്സ് എടുത്തിട്ടു. പുറത്ത് എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞില്ലേ? റെഡിയായിട്ട് വാ. സാർ. അവൾ കിട്ടിയ പുതപ്പെടുത്ത് ചുറ്റി അവൻ്റെ പിറകെ ഓടിച്ചെന്നു. പിറകിലൂടെ തന്നെ കെട്ടിപ്പിടിച്ചു അങ്ങനെ നിന്നു. എൻ്റെ എല്ലാ മോഹങ്ങളും നീ എന്ന ഒരൊറ്റ വാക്കിൽ തീർന്നു. ഇനി അതിനേക്കാൾ കൂടുതലായി മറ്റൊന്നും വേണ്ട. ചിലതെല്ലാം എത്ര പറഞ്ഞാലും വിശ്വാസമാകില്ല എന്ന് എനിക്കറിയാം. അവളുടെ കൈ വിടുവിച്ച് വാതിൽ കടന്നു പോയപ്പോൾ അവൾ മുഖം പൊത്തി കരഞ്ഞു. പുറത്തേക്കിറങ്ങിയ എഡ്വിൻ ആകെ സങ്കടം വന്നു പോയിരുന്നു. ഈ ഒരുവളെ സ്വന്തമായി കിട്ടുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു തെറ്റൊന്നും താൻ ചെയ്യില്ലായിരുന്നു. ശരിയാണ്, ആർക്കും എന്ന് പറഞ്ഞതിൽ കുടുങ്ങി കിടപ്പുണ്ട് അവൾ. ഈ കാശ്മീരിൻ്റെ തണുപ്പിലേക്ക് 3 തവണ വന്നപ്പോഴും കൂടെ ഉണ്ടായത് 3 പേരായിരുന്നു. ആ 3 ഒഴിവ് ദിവസങ്ങൾ ആഘോഷിച്ചു എന്നല്ലാതെ അവരുടെ മുഖം പോലും തനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ അപ്പു, അവൾ അങ്ങനെ മറ്റൊരാൾക്കൊപ്പം ഇല്ല, ആലോചിക്കാൻ പോലും. പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് അവളെ തനിച്ചാക്കി പോകുന്നത് തന്നെ തെറ്റ്. അവൻ വേഗം തിരികെ നടന്നു. തണുപ്പൊന്നും ഏൽക്കുന്നില്ല എന്ന് തോന്നി. അത്രയേറെ മനസ്സ് ചൂട് പിടിച്ചിരിക്കുന്നു. പിണങ്ങിക്കാണുമോ? അതോ കരയുകയായിരിക്കും. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. നിനക്ക് ഈ വാതിലെങ്കിലും അടച്ചിട്ടൂടെ അപ്പോ? മിണ്ടിയില്ല. അവൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് മുടി വൃത്തിയായി വാരിക്കെട്ടുകയാണ് അവൻ. ഒത്തിരി കരഞ്ഞു എന്ന് തോന്നി. സോറി. അവളത് കേട്ടില്ലെന്ന് നടിച്ചു. ഞാൻ റെഡിയായി. സാര ഫ്രഷ് ആവുന്നില്ലേ? എന്തോ പറയാൻ വന്നത് അവൻ വിഴങ്ങി. വരുന്നു. അവൻ ഫ്രഷായി ഇറങ്ങുമ്പോഴാണ് ഫോൺ അടിക്കുന്നത് കണ്ടത്. ആർദ്ര. അവൻ വേഗം കോൾ എടുത്തു. എന്താടോ? ഒന്നുമില്ല സാർ. അവിടെ എത്തിയിട്ട് വിളിച്ചില്ലല്ലോ, അതാ ഞാൻ. ഓ സോറി, ഞാൻ വിട്ടുപോയി. അങ്ങനെ വിളിച്ചു പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട്. ഇറ്റ്സ് ഓക്കെ സാർ. അപ്പു അവിടെ സുഖമായിട്ടിരിക്കുന്നോ? ഛർദിയൊന്നുമില്ലല്ലോ? ഇല്ലടാ. താൻ എന്താ വിളിച്ചത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് സാർ, വിഹാൻ അയാൾ ഇവിടെ വന്നിരുന്നു. എന്നിട്ടെന്താ? സാറിനെ കുറെ കുറ്റം പറഞ്ഞു. തൻ്റെ ശബ്ദം എന്താ മാറിയിരിക്കുന്നേ? കരഞ്ഞോ? അവൾ പെട്ടെന്ന് നിശബ്ദയായി. എന്തേ? എന്നെയും തന്നെയും ഒരുപോലെ തകർക്കാൻ പാകത്തിൽ അവൻ എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞതെല്ലാം അവൾ അവനോട് ഏറ്റു പറഞ്ഞു. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. താൻ അതെല്ലാം വിശ്വസിച്ചല്ലേ? അവൾ മിണ്ടിയില്ല. ഒരു രാത്രി ഞാനൊന്ന് മാറി നിന്നപ്പോൾ ഇന്ന് കയറി വന്നവൻ പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചല്ലേ? സാർ, ഞാൻ വെച്ചോ, വന്നിട്ട് സംസാരിക്കാം. ഇനിയിപ്പോൾ സംസാരിക്കാൻ ഒന്നുമില്ലല്ലോ. ഒരു ഗുഡ് ബൈ പറയല്ലേ വേണ്ടു. ഞാൻ തിരികെ എത്തും വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. പിന്നെ അവൾ എന്തേലും പറയുന്നത് കേൾക്കാതെ അവൻ ആ കോള് കട്ട് ചെയ്തു. എന്താ സാർ, എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല. അവൾ അതിൽ കൂടുതൽ ചോദിക്കുമെന്ന് കരുതിയെങ്കിലും എന്നൊരു ഒറ്റൊരു മൂളലിൽ അവൾ തിരിഞ്ഞു പോയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തണുപ്പ് കുപ്പായത്തിന് പുറമെ ഒരു ഷോള് കൂടെ ഇട്ടിരുന്നു അവൻ. പോകാം സാർ. അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ ഇറങ്ങി. താഴെ അവർക്കായി വണ്ടി കാത്തു നിന്നിരുന്നു. ടാറിട്ട മനോഹരമായ റോഡ്, ഇരു സൈഡിലും നിറഞ്ഞു നിന്ന പച്ചപ്പ്, അവളിലേക്ക് ഇറങ്ങി വരുന്ന തണുപ്പ്, എല്ലാം പുതുകാഴ്ചകളായി അങ്ങനെ നോക്കിയിരുന്നു. എങ്ങോട്ടാണ് എന്ന് ചോദിച്ചില്ല, പറഞ്ഞതുമില്ല. ഇവിടേക്കെല്ലാം സാറ് ഇതിനു മുൻപും വന്നിട്ടുണ്ടാകും. കൂടെ പിന്നെ ഒരാൾ കാണുമല്ലോ എന്നോർത്തപ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു.
അതവൻ വ്യക്തമായി കാണുകയും ചെയ്തു. തൻ്റെ തോളോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിരിക്കാനും ആ വഴികളെല്ലാം പറഞ്ഞു കൊടുക്കാനും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും നടുക്ക് മറ്റൊരാൾക്കിരിക്കാൻ പാകത്തിൽ അകലമിട്ടിരിക്കുന്നവളെ കാണെ എന്തിനെന്നറിയാതെ ദേഷ്യവും വന്നിരുന്നു അവന്. വണ്ടി നിന്നപ്പോൾ അവൾ ബോർഡ് വായിച്ചു നോക്കി. ദാൽ തടാകം. ഏത്? ഇതാണോ മഞ്ഞു നോവലിൽ പറയുന്ന തടാകം? ദൈവമേ, കാണാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിൽ പറയുന്ന ഹൗസ് ബോട്ട് കണ്ടപ്പോൾ അവൾക്ക് അതിലേറെ സന്തോഷം തോന്നി. ആകെ കൂടെ സമാധാനക്കേട് തോന്നിയത് അവരുടെ ഭാഷ മാത്രമാണ്. ഈ കരയിലല്ലേ തൻ്റെ പ്രണയം തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ടീച്ചർ കാത്തിരുന്നത്. പാവം ടീച്ചർ. അവനൊരിക്കലും തിരികെ വരില്ല എന്ന് ആലോചിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ നിന്നൊന്ന് മാറിക്കൊടുക്ക്, വണ്ടി തിരിക്കണം. അവളൊന്ന് ഞെട്ടി, പിന്നെ പതിയെ മാറിക്കൊടുത്തു. ബോട്ടിൽ കയറാം. അല്പം ഭയം തോന്നി, എങ്കിലും അവനുണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് കയറിയത്. വളരെ പതിയെ. ആ യാത്ര അത്രയും ആസ്വാദകരമാണ്. യാത്രയിലുടനീളം മൗനമായിരുന്നു അവരുടെ ഭാഷ എന്നതൊഴിച്ചാൽ. എന്നാൽ അവൾ സന്തോഷത്തിലാണെന്നുള്ളത് ചെറുതല്ലാത്ത സമാധാനം തരുന്നുണ്ട്. യാത്ര പകുതിയായപ്പോഴാണ് അവളെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടത്. എന്താ സാർ, നീ ആർക്ക് വേണ്ടിയാ അപ്പു ഇങ്ങനെ അഭിനയിക്കുന്നത്? മനസ്സിലായില്ല സാർ. നീ ഹാപ്പിയാണോ? എന്നെ കണ്ടിട്ട് അല്ലെന്ന് തോന്നുന്നുണ്ടോ സാറിന്? പിന്നെ അവനൊന്നും ചോദിക്കാൻ നിന്നില്ല. അത് അത്രയും അവളുടെ അഭിനയമാണ്. ഉള്ളിൽ ചങ്ക് പിടയുന്ന വേദന ഉണ്ടെന്ന് തനിക്കറിയാം. പക്ഷെ പറയാതെ എങ്ങനെയാണ് അതൊന്ന് സംസാരിച്ച് തീർക്കാനാവുന്നത്? സവാരി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾ ഒത്തിരി ഹാപ്പിയായിരുന്നു. താങ്ക് യു സാർ. അവനൊന്ന് പകച്ചു നോക്കി. ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊരു സ്ഥലം ഈ ജന്മം കാണാൻ കഴിയുമെന്ന്. ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് താങ്ക്സ്. അഴിച്ചിറങ്ങിയ ദേഷ്യം അവൻ പല്ലുകൾ കടിച്ചൊതുക്കി. ഞാൻ എൻ്റെ മറ്റവളെ കൊണ്ടുവന്നതല്ല ഇവിടെ. ഞാൻ താലി കെട്ടിയ പെണ്ണിൻ്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണ്. അവളൊന്ന് വിളറിപ്പോയിരുന്നു. മറുപടി നൽകാതെ മുഖം താഴ്ത്തി കളഞ്ഞു. മുന്നേ വന്നിട്ടുണ്ടല്ലോ മറ്റുള്ളവരെ കൊണ്ട്. ഉണ്ട്, വന്നിട്ടുണ്ട്. അത് നിനക്കറിയില്ലേ? നിന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ലേ ഞാൻ? അവനൊന്ന് നിർത്തി. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടേക്ക് തന്നെ വന്നത് ഇനി എൻ്റെ ഓർമ്മയിൽ പോലും മറ്റൊരു മുഖം തെളിയാതിരിക്കാനാണ്. അവൾ മിണ്ടിയില്ല എങ്കിലും കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകി. അടുത്ത നിമിഷം അവൻ അവളെ ചേർത്ത് പിടിച്ചു. ചുണ്ടുകൾ നുകർന്നു. മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. അത് കണ്ടപ്പോൾ അവൾ അവനെ പിടിച്ചു നിർത്തി. സാർ, സാർ. ഒരു കിതപ്പോടെ അവളിൽ നിന്ന് മാറി കണ്ണുകൾ അമർത്തി തുടച്ചു. അവളുടെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തു. അവരുടെ കഴുത്തിലൊന്നും ഈ താലി ഞാൻ കെട്ടിയിരുന്നില്ല അപ്പു. അവരിൽ ആരിലും എൻ്റെ ജീവൻ തുടിച്ചിട്ടുമില്ലായിരുന്നു. അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എല്ലാം ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ സ്നേഹിക്കാൻ നിനക്കാവുന്നില്ലേ അപ്പു? എന്തിനാ സാർ ഇങ്ങനെയൊക്കെ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്തിനാ ഈ അകൽച്ച? അകന്നില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കാക്കി പോയതിന് നീ എന്നോട് പിണങ്ങാഞ്ഞതെന്താ? മനഃപൂർവ്വമല്ലേ? അതെ, അവൾ പതിയെ പതിഞ്ഞു. ആർദ്ര വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കാഞ്ഞതെന്താ? അതും മനഃപൂർവ്വമല്ലേ? ഇത്തവണ അവൾക്ക് ചിരി വന്നു തുടങ്ങിയിരുന്നു. അതെ, എന്നിട്ട് അകൽച്ചയില്ലാന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു പോയിരുന്നു. പിണങ്ങിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങുന്നത് ആദ്യമായിട്ടാണ് കാണുന്നേ ഞാൻ. അപ്പോൾ പിണങ്ങിയിരുന്നേൽ ആ പിണക്കം മാറ്റാൻ റെഡി ആയിട്ടാണ് ഞാൻ വന്നേ. അറിയോ നിനക്ക്? അപ്പോൾ അവളുടെ ജാട. ഉടുത്തൊരുങ്ങി പോകാം സാർ എന്നൊക്കെ. അവൻ്റെ സംസാരം കേട്ട് പൊട്ടിച്ചിരിച്ചു പോയിരുന്നു അവൾ. ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് അത് അവനിലേക്കും പകർന്നു. നീ എന്ന ഒറ്റ പേരെ ഇനി എൻ്റെ ഓർമ്മയിൽ വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. അല്ലാതെ സോറി, നിന്നെ വേദനിപ്പിക്കാനല്ലടാ. അവൾക്ക് അവനോട് ഒത്തിരി സ്നേഹം തോന്നിപ്പോയി. കാലുകൾ ഒന്ന് ഉയർത്തി അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇനി പോകണ്ട. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടേ പറ, അങ്ങോട്ട് പോകും നമ്മൾ. അതിന് എനിക്ക് ഇവിടെ സ്ഥലങ്ങളൊന്നും അറിയില്ല സാർ. എന്നാൽ നമുക്ക് ദേ ആ കാണുന്ന മഞ്ഞ് കാണാൻ പോയാലോ? എന്നാ വാ. അവനോടൊപ്പം അങ്ങനെ നടന്നു നീങ്ങി. മഞ്ഞ് പുതച്ച വഴിയിൽ അവൾ വളരെ സൂക്ഷിച്ചു നടന്നു. മഞ്ഞ് വാരി എറിഞ്ഞു. അതിലെല്ലാം ഓടിക്കളിക്കാൻ കൊതിച്ചു പോയിരുന്നു. ഒരു പിടി ഐസ് വാരി അവൻ്റെ നേർക്കെറിഞ്ഞു. ദേ അപ്പോ വേണ്ട. അവളത് കേട്ടില്ല. വീണ്ടും വീണ്ടും എറിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു പിടി ഐസ് വാരി ബനിയൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടു അവൻ. ഇട്ടിരുന്ന ബനിയന് മുകളിൽ കിടന്ന് മറിഞ്ഞ തണുപ്പ്.
അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്നു. എന്തേ, കഴിഞ്ഞോ നിന്റെ? എൻ്റെ പൊന്ന് സാറല്ലേ, ഇതൊക്കെ ഒന്ന് എടുത്തതാ പ്ലീസ്. അവൾ ചിരിയോടെ അവനരികെ വന്ന് നിന്നു. പിറകിൽ നിന്ന് കൈ മുകളിലേക്കിട്ടു. നേരത്തെ വാരിയെടുത്ത ഐസ് കഷ്ണങ്ങൾ എടുത്തു കളഞ്ഞു. കഴിഞ്ഞു സാർ. എന്നിട്ടും അവൻ്റെ കൈ മാറാതെ നിൽക്കുന്നത് കണ്ട് അവളൊന്ന് നോക്കി. കഴിഞ്ഞു സാർ. ആ ഇന്നറിൻ്റെ ഉള്ളിലൂടെ കൈ കടത്തി. അവളുടെ കണ്ണുകളൊന്ന് മിഴിഞ്ഞു. കൈ എടുക്കുന്നുണ്ടോ? എടുക്കണോ? ഇച്ചായ എന്ന് വിളിക്ക് പ്ലീസ് സാർ. വേഗം വിളിച്ചാൽ വേഗം എടുക്കും. അവൻ്റെ കൈവിരലുകൾ കുസൃതി കാട്ടാൻ തുടങ്ങിയതോടെ അവൾ അങ്ങനെ പെട്ടുപോയി. ഇച്ചായ, കൈയെടുക്കാമോ പ്ലീസ്? ആ നിമിഷം അവളെ വലിച്ചു ചേർത്ത് ഉമ്മ വെച്ചിരുന്നു അവൻ. ആർദ്ര, എന്തിനാ വിളിച്ചേ? അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് അപർണ. വിഹാൻ വന്നിരുന്നു എന്ന് അത് പറയാൻ വിളിച്ചതാ. അയാൾക്ക് അത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടോ? എവിടെ? അതല്ലേ ഞാനില്ലാത്ത നേരം നോക്കി വന്നത്. എന്തിനാ വന്നേ? വെറുതെ വന്നത്. പിന്നെ ഗുഡ് ബൈ പറയാനല്ലേ എന്നൊക്കെ ചോദിച്ചതോ? എല്ലാം കേട്ടല്ലേ കള്ളി? പറ. അതൊന്നും ഇല്ലടാ, നമ്മൾ അവിടെ തിരികെ എത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവിടെ. അതൊന്നും എൻ്റെ അപ്പു ഓർത്ത് തല പുകയ്ക്കണ്ട. പറഞ്ഞിട്ട് അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. എന്താ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അപ്പു. അതെനിക്കറിയാം. എൻ്റെ ആണെന്ന്. നിൻ്റെ. അത് ഓർമ്മ വേണം എപ്പോഴും, കേട്ടോ? ഇനി ആവശ്യമില്ലാതെ ഈ കണ്ണ് നിറയ്ക്കരുത്. ഇല്ല, മനസ്സ് നിറഞ്ഞു തന്നെയായിരുന്നു അവളത് പറഞ്ഞത്. ഇനിയും അവനെ വിഷമിപ്പിച്ചത് കൊണ്ടോ സ്വയം വിഷമിച്ചത് കൊണ്ടോ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പഴയതെല്ലാം മറക്കാനും ഒരു പുതിയ ജീവിതം അവൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ താൻ വെറുതെ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് ഈ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കേണ്ട എന്ന് തോന്നി. നാളെ എങ്ങോട്ടാ പോവാ? പോണോ? കൊണ്ടുപോകാം, നിനക്കിഷ്ടപ്പെടും. മുന്നേ പോയിട്ടുള്ളതാണേൽ ഞാനില്ല. ഇത് ഫ്രഷാടി. ആദ്യം പോകുന്നത് നിനക്കൊപ്പമാണ്, പോരെ? താങ്ക്സ്. അത് പറഞ്ഞപ്പോഴാ ഓർത്തേ. എന്തേ, നമ്മളെന്നാ തിരിച്ചു പോകുന്നേ? വേഗം പോണോ നിനക്ക്? വേണ്ടല്ലോ, ഇവിടെ അങ്ങൊരു വീട് വെച്ച് താമസിച്ചാലോ എന്നാ ആലോചിക്കുന്നത്. ആണോ? വരാം. ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം, പോരെ? സത്യമായിട്ടും? സത്യം. താങ്ക്സ്. ഇവിടെ അല്ലേ? വേണ്ട, സർപ്രൈസ്. കിടന്നുറങ്ങടി. ഓ, ഇയാള്. അവൻ മുഖമുയർത്തി ഒന്ന് നോക്കി. സോറി ഇച്ചായ, പോരെ? എന്നെ ബോധിപ്പിക്കാൻ വിളിക്കണ്ട. വെറുതെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞെന്നേ ഉള്ളൂ. പറഞ്ഞിട്ട് കൈ ഉയർത്തി ലൈറ്റ് ഓഫ് ചെയ്തു. എനിക്കിഷ്ടായിട്ടാ ഇച്ചായ. പക്ഷെ നമ്മൾ മാത്രമുള്ളപ്പോഴേ വിളിക്കൂ, പറ്റോ? മതി. പറഞ്ഞിട്ട് അവളുടെ മാറിലേക്ക് മുഖമമർത്തി കഴിഞ്ഞിരുന്നു അവൻ.